കുട്ടികളുടെ ബുദ്ധിശക്തി കൂടാനും ഓർമ്മശക്തി വർദ്ധിക്കാനും കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കും. അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കും. വികൃതി മാറാനും അനുസരണയുള്ള കുട്ടിയാവാനും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കാണാൻ വേണ്ടി സാധിക്കും. പലരും ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് വിഷമിക്കാറുണ്ട്, പരാതി പറയാറുണ്ട്. കുട്ടികൾക്ക് ഓർമ്മശക്തിയില്ല, അനുസരണയില്ല, ബുദ്ധിയില്ല, പഠിച്ചാലൊന്നും അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ. അതിന് വേണ്ടത് ശുദ്ധമായ അല്പം തേൻ അല്ലെങ്കിൽ അല്പം സംസം വെള്ളം, ഇത് രണ്ടുണ്ടായാൽ മതി. അതിലേക്ക് നല്ല പവിത്രമായ ദിവസങ്ങളിൽ, ആഴ്ചകളിലെ പവിത്രമായ 2 ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നിരിക്കലോ തിങ്കൾ രാവ്, അതല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹ നിസ്കാര ശേഷം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാത്രി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ. ഈ 4 സമയം, ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഈ സമയങ്ങൾ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക. തിങ്കളാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹയ്ക്ക് ശേഷം, വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ. നല്ല ദിവസങ്ങൾ കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ടത് അല്പം തേൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സംസം വെള്ളം എടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ 313 തവണ മന്ത്രിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് 313 പ്രാവശ്യം നമ്മൾ പൂർത്തിയാക്കിയതിനു ശേഷം കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ അക്ഷരശുദ്ധിയോടുകൂടി ആയിരിക്കണം. സ്പെല്ലിങ് വ്യത്യാസം വരാൻ പാടില്ല. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ലാഹിയു, ബിസ്മില്ലാഹി, അങ്ങനെയൊക്കെ സ്പെല്ലിങ് മാറാൻ പാടില്ല. കൃത്യമായി തന്നെ പറയണം. എന്നിട്ട് അക്ഷരശുദ്ധിയോടെ, വളരെ ഭംഗിയോടെ, ഇഖ്ലാസോടെ, മനസാന്നിധ്യത്തോടെ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ പേരാണ്, ബിസ്മിയാണ്, പവിത്രമായ ആയത്താണ് എന്ന നല്ല നിയത്തോടു കൂടി 313 തവണ നമ്മൾ ചൊല്ലുക. 313 തവണ ചൊല്ലിയിട്ട് നമ്മൾ കരുതി വെച്ച ആ തേനിലേക്ക് ഇഷ്ഫി ഊതേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഊതുന്ന പോലെ ഊതിയാൽ പോരാ. ഇഷ്ഫി എന്നാ ഊതുന്നത്. ഇഷ്ഫി, ഇഷ്ഫി എന്ന് ഊതുമ്പോൾ ആ സൗണ്ടും അതിൻ്റെ ഉച്ചാരണവും അതുപോലെ അതിൽ വരുന്ന കാറ്റ്, അതാണ് നമ്മൾ മന്ത്രിച്ച് ഊതുമ്പോൾ ആ കാറ്റാണ് തേനിലോ സംസം വെള്ളത്തിലോ തട്ടേണ്ടത്. ഇഷ്ഫി. ഇതില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, അങ്ങനെ ഓരോ ആയത്തുകളും ഓതി മന്ത്രിക്കൽ വളരെ വളരെ ഫലപ്രദമാണ്. അങ്ങനെ ചെയ്യല. നല്ല ഒറ്റ തവണ മന്ത്രിച്ചാൽ മതി. ഒറ്റ തവണ 313 നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് ഒരു തവണ മാത്രം മന്ത്രിച്ചാൽ മതി. അതുകൊണ്ട് ഓരോ ബിസ്മിയും ചൊല്ലി ഊതുന്നതാണ് ഏറ്റവും ഫലപ്രദം, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്, ഗുണം ഏറെ ചെയ്യുന്നത്. 313 ഒന്നിച്ച് ചൊല്ലി ഊതിയാലും പറ്റും. ഒരു പ്രാവശ്യം മാത്രമാണല്ലോ മന്ത്രിക്കേണ്ടത്. ഒരു ദിവസം ഈ പറഞ്ഞപ്പെട്ട ദിവസം ഏറ്റെടുത്ത് ഒറ്റ ദിവസമാണ് മന്ത്രിക്കേണ്ടത്. ഒരു പ്രാവശ്യം മന്ത്രിച്ച് ആ തേനിൽ ഊതിയിട്ട് അത് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഓരോ ബിസ്മിയിലും ഊതാം. അതില് അങ്ങനെ ഊതിയതിനു ശേഷം ഈ തേൻ അല്ലെങ്കിൽ സംസം വെള്ളം കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിൽ, രാവിലെ ഒന്നും കഴിക്കാതെ, ഒന്നും കഴിക്കാതെ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായി അവർക്ക് 1 സ്പൂൺ ഇതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുക. തേനായാലും തേൻ നക്കി കുടിക്കാൻ കൊടുക്കുക. സംസം വെള്ളമാണെങ്കിൽ ആ രൂപത്തിൽ കുടിക്കാൻ വേണ്ടി നൽകുക. അങ്ങനെ 3 ദിവസമോ, തേൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 3 ദിവസത്തേക്കുള്ള എടുക്കാം, 7 ദിവസത്തേക്ക് എടുക്കാം, 11 ദിവസം വരെ കൊടുക്കാം. അത് നിങ്ങളുടെ എടുത്ത തേനിന്റെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ കഴിയുക. അങ്ങനെ 11 ദിവസം കൊടുക്കാനുള്ള തേൻ എടുത്താൽ, അല്ലെങ്കിൽ 11 ദിവസം കൊടുക്കാനുള്ള സംസം വെള്ളം എടുത്താൽ വളരെ വളരെ വളരെയേറെ എഫക്റ്റീവാണ്. അപ്പോൾ ഒരു തവണ മാത്രമാണ് മന്ത്രിക്കേണ്ടത്. മന്ത്രിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് 3 ഓ 7 ഓ 11 ദിവസങ്ങളിലായിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ മക്കൾക്ക് ലഭിക്കും. തീർച്ചയാണ്, ഒരു ചെലവും ഇല്ല. നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് മന്ത്രിക്കുന്നതിന് മുൻപ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിക്കുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന സ്വലാത്ത്, ഏത് സ്വലാത്തും പറ്റും. ഒരു 7 സ്വലാത്ത് തുടക്കത്തിൽ ചൊല്ലുക. അത് തുടക്കത്തിൽ ചൊല്ലിയാൽ മതി, മന്ത്രി ചൂടാനൊന്നുമല്ല. ബിസ്മിയാണ് മന്ത്രി ചൂതല്ല. അവസാനത്തിലും അങ്ങനെ തന്നെ 7 തവണ സ്വലാത്ത്, ഈ മന്ത്രിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന സ്വലാത്ത് ലാസ്റ്റും 7 തവണ ചൊല്ലണം. അത് മന്ത്രി ചൂതേണ്ടതില്ല. അത് ലാസ്റ്റും ഫസ്റ്റും ചൊല്ലിയാൽ മാത്രം മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, അങ്ങനെ 313 തീർക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെയേറെ ഫലപ്രദമാണ്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വെറും വയറ്റിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ വേറെ ഒന്നും കൊടുക്കാതിരിക്കലാണ് നല്ലത്. കൊടുത്താലും കുഴപ്പമില്ല, കൊടുക്കാതിരിക്കലാണ് നല്ലത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കലാണ് ഏറ്റവും ഫലപ്രദം.